ഇത് ഒരു നടയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം നാൾക്ക് നാൾ കഴിയുമ്പോൾ കൂടുതൽ കടുത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ റഷ്യയുടെ ടുവാപ്സെ എന്ന് പറയുന്ന തുറമുഖത്ത് യുക്രൈൻ്റെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതായത് ഈ തുറമുഖം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണ ടെർമിനൽ കൂടെയാണ്. രൂക്ഷമായ തീപിടുത്തം അവിടെ നടക്കുന്നു. അതിൽ കനത്ത നാശനഷ്ടം റഷ്യയ്ക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. റഷ്യയിൽ ഞായറാഴ്ച രാത്രി യുക്രൈൻ വൻ ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. കരിങ്കടലിലെ റഷ്യൻ ടുവാപ്സെ തുറമുഖത്ത് ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ആക്രമണം വളരെ രൂക്ഷമായതിനാൽ റഷ്യൻ എണ്ണ ടെർമിനലുകളും ശുദ്ധീകരണശാലകളും തീപിടിച്ച് കനത്ത നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ 164 യുക്രൈൻ ഡ്രോണുകളാണ് വെടിവെച്ചിട്ടതായി റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റ് അവകാശപ്പെട്ടത്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യൻ സൈന്യത്തിന് എണ്ണ വിതരണം ചെയ്യുന്ന മോസ്കോയ്ക്ക് സമീപമുള്ള ഒരു പ്രധാന പൈപ്പ് ലൈനും സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുക്രൈൻ്റെ തുടർച്ചയായ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം കരിങ്കടലിൽ സ്ഥിതി ചെയ്യുന്ന ടുവാപ്സയിൽ ശക്തമായ തീപിടുത്തമുണ്ടായതായും തുറമുഖത്തിന് കനത്ത നാശനഷ്ടം ഉണ്ടായതായും ഒരു റഷ്യൻ പ്രാദേശിക സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ടുവാപ്സയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന സോസ്ട്രോവി ഗ്രാമത്തിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണപ്പോൾ ഒരു അപ്പാർട്ട്മെന്റിനും സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു. എന്നിരുന്നാലും ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡ്രോൺ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ നിലത്ത് വീണു. തുറമുഖത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ക്രാസ്നോഡർ അധികൃതർ പറഞ്ഞു. റഷ്യൻ സൈന്യത്തിന് സുപ്രധാനമായിട്ടുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്നതിനാൽ ടുവാപ്സെ എണ്ണ ടെർമിനലിലും റോസ്നെഫ്റ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ടുവാപ്സെ എണ്ണ ശുദ്ധീകരണശാലയും യുക്രൈൻ ഇടയ്ക്കിടെ ലക്ഷ്യമിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പോരാത്തതിന് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക ലോജിസ്റ്റിക് നശിപ്പിക്കാനുള്ള ശ്രമം യുക്രൈൻ നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. വൈദ്യുതി ഗ്രിഡിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് പ്രതികാരമായി റഷ്യയുടെ ക്രൂഡ് റിഫൈനറുകൾ, ഡിപ്പോകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയ്ക്കെതിരായിട്ടുള്ള ആക്രമണം യുക്രൈൻ ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യയ്ക്ക് എണ്ണ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനുകൾക്ക് കേടുപാടുകൾ വരുത്തുക, റഷ്യൻ സൈനിക ലോജിസ്റ്റിക് ശൃംഖല തടസ്സപ്പെടുത്തുക, റഷ്യയുടെ യുദ്ധച്ചെലവ് വർദ്ധിപ്പിക്കുക എന്നിവയാണ് നിലവിൽ യുക്രൈൻ ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ എന്ന് പറയുന്നത്. റഷ്യയുടെ പ്രതികാരത്തിനുള്ള ആക്രമണമാത്മകമായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നതും യുക്രൈൻ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.